സുഹൃത്തുക്കളെ, നമ്മളിന്ന് ആനുകാലിക ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ 20 ചോദ്യങ്ങളുണ്ട്. ഈ 20 ചോദ്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വർക്കൗട്ട് ചെയ്ത സമയത്ത് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം സബ്ജക്റ്റ് വൈസ് വരുന്ന ക്വസ്റ്റ്യൻ അപേക്ഷിച്ചിട്ട് ഈ കറണ്ട് അഫെയർ ചോദ്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എല്ലാവരും ക്ലാസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 പ്രസിദ്ധീകരിച്ച കേരളത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? 2023 പ്രസിദ്ധീകരിച്ച കേരളത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് 2023 പ്രസിദ്ധീകരിച്ച കേരളത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. രണ്ടാമത്തെ ചോദ്യം, പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? ഉത്തരം ആർ മാധവനാണ്. ആർ മാധവനാണ് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര താരം. മൂന്നാമത്തെ ചോദ്യം, ചാറ്റ് GPT സമാനമായി ചൈനീസ് കമ്പനിയായ ബെയ്ഡു വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് ഏതാണ്? ചാറ്റ് GPT സമാനമായിട്ട് ചൈനീസ് കമ്പനിയായ ബെയ്ഡു വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടാണ് ഏർണി. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏർണി എന്നാണ് ആ ഒരു ചാറ്റ് GPTയുടെ പകരം ചൈനീസ് കമ്പനിയായ ബെയ്ഡു വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിൻ്റെ പേര് ഏർണി. നാലാമത്തെ ചോദ്യം, അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ 2030 വരെ പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്ന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയ ജെയർ ബോൾസാനാരോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്നു? അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ 2030 വരെ പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്ന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയ ജെയർ ബോൾസോനാരോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്നു? ഉത്തരം ബ്രസീലാണ്. ബ്രസീലിൻ്റെ പ്രസിഡന്റായിരുന്നു ജെയർ ബോൾസോനാരോ. അഞ്ചാമത്തെ ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് പുറത്തുവിട്ട 2024 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് പുറത്തുവിട്ട 2024 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഐസ്ലാൻഡാണ്. ഐസ്ലാൻഡാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. ആറാമത്തെ ചോദ്യം, ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടപ്പാക്കാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ? ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടപ്പാക്കാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ? ഉത്തരം ജപ്പാനാണ്. ജപ്പാനുമായിട്ട് ഇന്ത്യ ചേർന്ന് നടപ്പാക്കാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യമാണ് ഈ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 10 ദശകത്തിൽ പുറത്തിറങ്ങിയ മികച്ച 100 ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ്? ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 10 ദശകത്തിൽ പുറത്തിറങ്ങിയ മികച്ച 100 ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ പതേർ പാഞ്ചലിയാണ്. പതേർ പാഞ്ചലി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ്? ഉത്തരം അടൽ സേതു ആണ്. അടൽ സേതു. ഒമ്പതാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നടത്തിയ അഭ്യാസത്തിന് നൽകിയ പേരെന്താണ്? 2023 സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നടത്തിയ അഭ്യാസത്തിന് നൽകിയ പേര് എന്താണ്? ഉത്തരം തൃശൂലാണ്. തൃശൂൽ. പത്താമത്തെ ചോദ്യം, 2023 51.75 കോടി രൂപയ്ക്ക് വിറ്റുപോയ ജെസ്റ്റേഷൻ എന്ന ചിത്രം വരച്ച ഇന്ത്യൻ ചിത്രകാരൻ ആരാണ്? 2023 51.75 കോടി രൂപയ്ക്ക് വിറ്റുപോയ ജെസ്റ്റേഷൻ എന്ന ചിത്രം വരച്ച ഇന്ത്യൻ ചിത്രകാരൻ ആരാണ്? ഉത്തരം സയ്യിദ് ഹൈദർ റാസയാണ്. സയ്യിദ് ഹൈദർ റാസ. 11ാമത്തെ ചോദ്യം, അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഒഡീഷയാണ്. ഒഡീഷയിലാണ് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഉത്കേല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്.
12ാമത്തെ ചോദ്യം, 2023 സമാധാന നോബൽ സമ്മാന ജേതാവായ നർഗീസ് മുഹമ്മദി ഏത് രാജ്യക്കാരിയാണ്? അപ്പോൾ 2023 സമാധാന നോബൽ കിട്ടിയത് നർഗീസ് മുഹമ്മദിക്കാണ്. ഇവർ ഏത് രാജ്യക്കാരിയാണ്? ഇറാനുള്ള വ്യക്തിയാണ്, ആളാണ് നർഗീസ് മുഹമ്മദി. ഇറാനാണ്. 13ാമത്തെ ചോദ്യം, അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ധനസഹായം ലഭ്യമാക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ധനസഹായം ലഭ്യമാക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ആശ്വാസനിധിയാണ്. ആശ്വാസനിധി. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 15ാമത്തെ ചോദ്യം, പുതുതായി റംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ട അംഗസമുദ്ര ബോർഡ് കൺസർവേഷൻ റിസർവ്, അതുപോലെ അഘനാശിനി അഴിമുഖം, അതുപോലെ മഗഡി കേരെ കൺസർവേഷൻ റിസർവ് എന്നിവ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടകയാണ്. ഇപ്പോൾ പുതുതായി റംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ട അംഗസമുദ്ര ബോർഡ് കൺസർവേഷൻ റിസർവ്, അതുപോലെ അഘനാശിനി അഴിമുഖം, മഗഡി കേരെ കൺസർവേഷൻ റിസർവ് ഇതെല്ലാം കർണാടക സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം, ചലച്ചിത്ര താരവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ചലച്ചിത്ര താരവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ജനസേന പാർട്ടിയാണ്. ജനസേന പാർട്ടിയാണ് ചലച്ചിത്ര താരവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി. 17ാമത്തെ ചോദ്യം, 2023 അന്തരിച്ച ഏത് മലയാള ചലച്ചിത്ര താരമാണ് ഫ്ലാമൻ ഇൻ പാരഡീസ് എന്ന ഫ്രഞ്ച് ചിത്രത്തിൽ അഭിനയിച്ചത്? 2023 അന്തരിച്ച ഏത് മലയാള ചലച്ചിത്ര താരമാണ് ഫ്ലാമൻ ഇൻ പാരഡീസ് എന്ന ഫ്രഞ്ച് ചിത്രത്തിൽ അഭിനയിച്ചത്? ഉത്തരം മാമുക്കോയാണ്. അപ്പം മാമുക്കോയ അഭിനയിച്ച സിനിമയാണ് ഫ്ലാമൻ ഇൻ പാരഡീസ്. അതൊരു ഫ്രഞ്ച് ചിത്രമാണ്. 2023 മാമുക്കോയ അന്തരിക്കുന്നത്. 18ാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? 2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത്? ഉത്തരം കാർട്ടൂണാണ്. അദ്ദേഹം കാർട്ടൂണിസ്റ്റാണ്. കാർട്ടൂൺ വരയ്ക്കുന്ന ആളായിരുന്നു എസ് സുകുമാരൻ പോറ്റി. 19ാമത്തെ ചോദ്യം, കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശലഭം പദ്ധതി. ശലഭം പദ്ധതി എന്ന് പറയുന്ന പേരിലാണ് ഈ കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം അറിയപ്പെടുന്നത്. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കാനായിട്ടുള്ള പ്രോഗ്രാമാണ്. അവസാനത്തെ ചോദ്യം, അതിജീവിതകൾക്ക് അഭയവും കരുത്തും നൽകാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേരെന്താണ്? ഉത്തരം സ്നേഹിതയാണ്. സ്നേഹിത. അതിജീവിതകൾക്ക് അഭയവും കരുത്തും നൽകാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേര് സ്നേഹിത എന്നാണ്. അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ കറണ്ട് അഫെയറിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത ക്ലാസ്സുകളുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് അഫെയർ ജനറലി വരുന്നത് മാത്രം നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ടിപ്സ് മാത്രമായിട്ടുള്ള പ്ലേലിസ്റ്റ് വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.